അസ്സലാമു അലൈക്കും. വെൽക്കം ടു നോനോസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പഴത്തിൻ്റെ തൊലി വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പച്ച പഴത്തിൻ്റെ തോല് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് പഴുത്ത പഴത്തിൻ്റെ തോല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പഴുത്ത പഴത്തിൻ്റെ തോല് വേണം, പിന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് വേണം, കറിവേപ്പിൻ്റെ ഇല വേണം, ചുവന്നുള്ളി, വെളുത്തുള്ളി ചതച്ചത് വേണം. ഇത്രയും കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ പഴത്തിൻ്റെ തോല് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ പച്ച പഴത്തിൻ്റെ തോല് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ടല്ലേ, അപ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് പഴുത്ത പഴത്തിൻ്റെ തോല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉപ്പേരിക്ക്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഒരു 10 അല്ലി ചുവന്നുള്ളിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചതച്ചത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. വാഴയുടെ എല്ലാ ഭാഗവും ഗുണങ്ങളുള്ളതാണെന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ ഈ പഴുത്ത പഴത്തിൻ്റെ തൊലി നമ്മൾ സാധാരണ ഇപ്പോൾ സ്കിന്നിൽ, മുഖത്ത്, ഫേഷ്യൽ അങ്ങനെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ഇത് കൊടുക്കും, പിന്നെ അങ്ങനെ അപ്പോൾ നല്ല ഗ്ലോ കിട്ടാനും സ്കിൻ നല്ല സ്മൂത്ത് ആവാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഗുണമുള്ള സാധനം. അപ്പോൾ നമ്മളത് അകത്തേക്ക് കഴിച്ചാൽ അതിനേക്കാൾ ഗുണമുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പഴുത്ത പഴത്തിൻ്റെ തോലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പഴംപൊരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ആ വേസ്റ്റ് ആവണ നമ്മൾ സാധാരണ കളയുന്ന പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും തലഭാഗവും അതിൻ്റെ വാൽഭാഗവും നന്നായി കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിയിട്ട് വെക്കണം. വെള്ളത്തിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരം അതിലത്തെ അഴുക്കുകളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓർഗാനിക്കായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ കറിവേപ്പിൻ്റെ ഇല വാങ്ങിക്കാൻ പാടില്ല, നമ്മൾ വീട്ടിലുള്ളത് തന്നെ ഉപയോഗിക്കുകയാണ് അത്രയും നല്ലത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ വെള്ളം നമ്മൾ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കാമെന്ന് പൊട്ടിപ്പോണത് വരെ. പിന്നെ ഇതൊരു 6 ഉണക്കമുളക് പൊടിച്ചതാണ്. അതിൽ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മുളക് പൊടിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള വാഴയുടെ തോലുണ്ടല്ലോ, പഴത്തിൻ്റെ തോല്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഉള്ളിയും മുളക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഇത്രയും ഐറ്റംസ് എല്ലാം മിക്സായി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. നമ്മൾ സാധാരണ അതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ പഴം പച്ച കായൊക്കെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കും, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതങ്ങനെ വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വെന്തോന്ന് നോക്കുക. പെട്ടെന്ന് ആവുന്ന സാധനമാണ് കേട്ടോ. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ്, മുളക് പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലിട്ടിട്ടുള്ളത് കറക്റ്റാണ്.
എരിവൊക്കെ അത്യാവശ്യമുണ്ട്, ഉപ്പുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തുറന്നിട്ട് ഇത് ആയോ എന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കുക, ഒന്ന് കടിച്ചു നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാകും ആയോന്ന്. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഇറക്കി വെച്ചിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാം. താങ്ക് യു.